കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ആവശ്യങ്ങൾ പഠിക്കാൻ 4 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. സമിതി റിപ്പോർട്ടിൽ തീരുമാനമാകും വരെ നിയമവുമായി മുന്നോട്ട് പോകരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സമിതിയുടെ ആദ്യ സിറ്റിംഗ് 10 ദിവസത്തിനകം ആരംഭിക്കണം. എന്നാൽ സമിതിയുമായി സഹകരിക്കില്ലെന്ന നിലപാടിലാണ് കർഷക സംഘടനകൾ. നിയമങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് നേതാക്കളുടെ നിലപാട്. പ്രശ്നപരിഹാരത്തിന് സമിതി രൂപീകരിക്കുന്നത് മാത്രമാണ് ഏക വഴിയെന്ന് വ്യക്തമാക്കിയ കോടതി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി അന്തിമ തീരുമാനം കൈക്കൊള്ളും. അതുവരെ കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കുന്നതും കോടതി സ്റ്റേ ചെയ്തു. കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് ഗുലാത്തി, ഭൂപീന്ദർ സിംഗ് മാൻ, പ്രമോദ് ജോഷി, അനിൽ ധനാവത് തുടങ്ങിയവർ അംഗങ്ങളായ സമിതി 10 ദിവസത്തിനകം ആദ്യ സിറ്റിംഗ് നടത്തണം. 2 മാസത്തിനകം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. സമിതി രൂപീകരിച്ച പശ്ചാത്തലത്തിൽ സമരക്കാർ പിരിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. സമിതി രൂപീകരണത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. അതേസമയം സമിതി അംഗങ്ങൾ കാർഷിക നിയമങ്ങളെ അനുകൂലിക്കുന്നവരെന്ന വിമർശനവും ശക്തമായി കഴിഞ്ഞു. കാർഷിക നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്നും അതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. जो बनी है, लेकिन वो सारे के सारे जो कमेटी के मेंबर्स हैं वो प्रो गवर्नमेंट है, तो हमने तय किया है कि हमारा ये आंदोलन चलता रहेगा. സമരവേദി രാംലീല മൈതാനിയിലേക്ക് മാറ്റാൻ ഡൽഹി പോലീസ് കമ്മീഷണറെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ ആഹ്വാനം ചെയ്ത ട്രാക്ടർ റാലി തടയണമെന്ന ഹർജിയിൽ കർഷക സംഘടനകൾക്ക് കോടതി നോട്ടീസ് അയച്ചു. കൃഷി നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി ഉത്തരവ് കർഷക പോരാട്ടത്തിന്റെ വിജയമായി കണക്കാക്കാം. എന്നാൽ വിഷയം പഠിക്കാൻ സമിതിയെ രൂപീകരിച്ചതുൾപ്പെടെയുള്ള സുപ്രീം കോടതിയുടെ തീരുമാനത്തിൽ കർഷകർ തൃപ്തരല്ല. ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. സുപ്രീം കോടതി ഇടപെടലിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നതായി KC വേണുഗോപാൽ. അതേസമയം ഉത്തരവ് കർഷക സമരം അവസാനിപ്പിക്കാൻ പര്യാപ്തമല്ലെന്നും സമരം ഒത്തുതീർപ്പാക്കാൻ സമിതിക്ക് സാധിക്കുമെന്ന് കരുതുന്നില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. സമിതി അംഗങ്ങളിൽ 3 പേർ നിയമത്തെ പിന്തുണയ്ക്കുന്നവരാണെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സുപ്രീം കോടതി നടത്തിയ ഇടപെടലുകളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഈ കർഷകരുടെ സമരത്തെ അവസാനിപ്പിക്കാൻ, കർഷക പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമാകുന്നതല്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ സുചിന്തിതമായ അഭിപ്രായം. ഈ 4 അംഗങ്ങളെ ഇന്ന് നിയോഗിച്ച സുപ്രീം കോടതി നിയോഗിച്ച 4 അംഗങ്ങളിൽ അശോക് ഗുലാത്തിയും അനിൽ ഗൺവാണ്ടും പ്രമോദ് ജോഷിയും 4ൽ 3 പേരും ഈ കാർഷിക ബില്ലുകളെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായ നിലപാടെടുത്തവരാണ്. സമിതിയെ നിയമിച്ചത് തൃപ്തികരമല്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പാർലമെന്റിൽ പുതിയ നിയമം കൊണ്ടുവരികയാണ് വേണ്ടത്. സർക്കാർ എല്ലാവരുമായി ചർച്ച നടത്തണം. സർക്കാർ നിലപാട് വ്യക്തമായ ശേഷം സംയുക്ത പ്രതിഷേധത്തിൽ തീരുമാനമെടുക്കുമെന്നും യെച്ചൂരി ഡൽഹിയിൽ പറഞ്ഞു. First of all, the message given by the Supreme Court is very clear. This government, headed by Mr. Modi, has been an utter failure in the manner in which it's handled the farmers' protests. Now the Supreme Court has done that. This is a step in the right direction. But the Supreme Court has also appointed a committee. The farmers' unions have said very clearly that their talks are with the government. Now that these laws are suspended, the only course left is for the government to come with its proposals on agricultural reforms, discuss these proposals with the farmers and bring those fresh proposals before the parliament. കേന്ദ്ര നിയമങ്ങൾ പിൻവലിക്കണമെന്ന് സംസ്ഥാന കൃഷിമന്ത്രി VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വിദഗ്ധ സമിതിയെ വെക്കാൻ ഉള്ള സുപ്രീം കോടതിയുടെ തീരുമാനം സംശയാസ്പദമാണ്. കമ്മിറ്റിയിലെ 4 അംഗങ്ങളും കാർഷിക നിയമത്തെ അനുകൂലിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. സമരം അവസാനിപ്പിക്കാൻ പര്യാപ്തമല്ല വിധിയെന്നും സുനിൽകുമാർ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഇത് സുപ്രീം കോടതി വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ 3 നിയമങ്ങൾ നടപ്പാക്കാനുള്ള തീരുമാനത്തിന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശം നമുക്ക് സംശയാസ്പദമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ.
ആ കമ്മിറ്റി കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതല്ല. സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യോത്തരവേള പോലും കീഴടക്കി രാഷ്ട്രീയ ആക്രമണങ്ങൾ. അഴിമതി കേസുകളിൽ പ്രതിപക്ഷത്തെ ഭരണപക്ഷം കടന്നാക്രമിച്ചു. കടുത്ത ഭാഷയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഏറ്റുമുട്ടി. ജനങ്ങളിൽ നിന്നും കാരണത്ത് അടികൊണ്ടവരാണ് സഭയിലിരിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പരിഹാസം. അഴിമതിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷവും ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്വേലയാണ് സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, ഇത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഞാൻ ആരുടെ കയ്യിൽ നിന്നും കോഴ വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അവസാനിപ്പിക്കുകയാണ്. വളരെ ബോധപൂർവമായി പ്രതിപക്ഷത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. ഇത്തരം പ്രസ്താവന ഏത് അന്വേഷണം നടത്തിയാലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്ന് പറയാൻ ദയവായിട്ട് അങ്ങക്ക് ഏത് സമയത്തും പ്രസംഗിക്കാൻ അവസരം. ചോദ്യോത്തരവേളയിൽ അപ്പുറത്തുള്ള ആളുകൾ അങ്ങ് ചോദ്യം ചോദിച്ചോളൂ. അങ്ങ് പറയാ കേട്ടില്ലേ? അല്ല, അങ്ങ് ചോദിച്ചോളൂ. അങ്ങ് ഇതിന്റെ കൂട്ടാളിയായി അങ്ങ് ചോദിച്ചോളൂ. അങ്ങ് ഗവർണർ പരിശോധിക്കുകയാണ്. പക്ഷെ അങ്ങ് അതിന് അനുമതിയും കൊടുത്തു. അതിന് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അങ്ങ് അന്വേഷണം നടക്കട്ടെ. ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകൊണ്ട് കരട തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത്? ഞങ്ങളൊക്കെ പിടിച്ചടക്കി കളയുന്ന മട്ടിലായിരുന്നില്ലേ പുറപ്പെട്ടത്? എന്തായി ഇപ്പൊ വീണ്ടും തുടങ്ങി നോക്കുകയാണ്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യരുത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ, അഴിമതി തൊട്ടു തീണ്ടാത്തവരെ കുറിച്ച് ഇതാ അഴിമതി 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 എന്ന് പറഞ്ഞാൽ ജനമത് അംഗീകരിക്കൂ? വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി. CBI FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും യൂണിടാക് ഉടമയും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. എന്നാൽ ഉത്തരവിൽ ഉദ്യോഗസ്ഥരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ സർക്കാരിനെതിരെ പരാമർശമില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ ഇടനിലക്കാരെ കൂട്ടുപിടിച്ച് അഴിമതി നടത്തിയോ എന്ന് സംശയിക്കാമെന്ന് കോടതി പറഞ്ഞു. നയപരമായ തീരുമാനമെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ ലൈഫ് മിഷന് ഇടപാടിൽ നിയമപരമായ ബാധ്യതയില്ലെന്നും കോടതി വിധിച്ചു. ലൈഫ് പദ്ധതിയിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ CBI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലൈഫ് മിഷൻ CEO UV ജോസും യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും നൽകിയ ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത്. പദ്ധതിയിൽ FCRA നിയമങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ലെന്നും പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ നടപ്പാക്കുന്നതുമായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ പദ്ധതിയിൽ ക്രമക്കേട് ഉണ്ടായെന്നതിന് തെളിവാണ് ഉദ്യോഗസ്ഥർക്കെതിരായ വിജിലൻസ് അന്വേഷണമെന്ന് CBIയും നിലപാടെടുത്തു. തുടർന്നാണ് ഹർജികളിൽ വാദം പൂർത്തിയാക്കി ജസ്റ്റിസ് P. സോമരാജൻ വിധി പറഞ്ഞത്. ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കി. പദ്ധതി സംബന്ധിച്ചുള്ള നിയമവശം നോക്കേണ്ടിയിരുന്നത് മുതിർന്ന IAS ഉദ്യോഗസ്ഥരാണ്. നയപരമായ തീരുമാനമെടുക്കുന്നതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ നിയമപരമായി ബാധ്യതയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതിയുടെ പേരിൽ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിനുമേൽ ഉത്തരവാദിത്വം ചുമത്താൻ കഴിയില്ലെന്നും ജസ്റ്റിസ് P. സോമരാജൻ വിധിന്യായത്തിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നിട്ടുള്ളതിനാൽ അന്വേഷണം തുടരണമെന്നും കോടതി വ്യക്തമാക്കി. ലൈഫ് മിഷൻ പദ്ധതിക്കായി ധാരണാപത്രം ബുദ്ധിപൂർവ്വം തയ്യാറാക്കിയത് CAG ഓഡിറ്റ് ഒഴിവാക്കാനാണെന്നും മനസ്സിലാക്കുന്നതായും കോടതി ഉത്തരവിൽ വിമർശനമുണ്ട്. ഇടപാടിലെ ധാരണാപത്രം അണ്ടർബെല്ലി ഓപ്പറേഷനാണ്, ധാരണാപത്രം മറയാക്കുകയായിരുന്നു തുടങ്ങിയ CBIയുടെ വാദം കോടതി അംഗീകരിച്ചു. മന്ത്രിമാരെടുക്കുന്ന തീരുമാനങ്ങളിലെ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടത് ഉദ്യോഗസ്ഥരാണ്. മന്ത്രിമാർ നടപ്പാക്കുന്നത് എക്സിക്യൂട്ടീവ് തയ്യാറാക്കുന്ന നയങ്ങളാണ്. അതിനാൽ പദ്ധതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനില്ലെന്നും ഉത്തരവിൽ പറയുന്നു. CBI FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സർക്കാരിന്റെ ഹർജി തള്ളിയത് സർക്കാരിന് തിരിച്ചടിയാണെങ്കിലും മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ നിയമപരമായി ബാധ്യതയില്ല എന്ന പരാമർശം ആശ്വാസം നൽകുന്നതാണ്. കൊച്ചിയിൽ നിന്നും CN പ്രകാശ്, ന്യൂസ് 18. ലൈഫ് പദ്ധതിയിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകും. പദ്ധതി തടസ്സപ്പെടുത്തുന്ന ആശങ്കയ്ക്ക് പുറമെ അഴിമതി കേസിൽ അന്വേഷണം സർക്കാരിലേക്ക് എത്തുന്നത് തടയുകയാണ് ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അനുകൂല വിധി നേടിയെടുക്കുകയാണ് ലക്ഷ്യം. ലൈഫിൽ CBI അന്വേഷണ നീക്കം തിരിച്ചറിഞ്ഞ ഉടൻ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചാണ് സർക്കാർ തടയിട്ടത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഴുവൻ വിജിലൻസ് ശേഖരിക്കുകയും ചെയ്തു. CBI അന്വേഷണം തുടങ്ങിയപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ നിന്ന് ലഭിച്ച അനുകൂല വിധി സർക്കാരിന്
വലിയ ആശ്വാസവുമായിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CBI അന്വേഷണം തുടങ്ങുന്നത് സർക്കാരിന് തിരിച്ചടിയാണ്. CBI ആവശ്യപ്പെട്ടാൽ ഫയലുകൾ വിജിലൻസ് കൈമാറേണ്ടി വരും. അതിന് തയ്യാറായില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും മറുപടി പറയാൻ നിർബന്ധിതമാകും. പരമാവധി വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമം. CBI അന്വേഷണം അതിനു തടസ്സമാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന് ശേഷമാകും അപ്പീലിൽ തുടർ നീക്കങ്ങൾ. ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് ഹൈക്കോടതിയുടെ വിമർശനം. എന്നാൽ യൂണിടാക്കിലൂടെയും ശിവശങ്കർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിലൂടെയും CBI ലക്ഷ്യമിടുക രാഷ്ട്രീയ നേതൃത്വത്തെയാകുമെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് അടിയന്തരമായി അപ്പീൽ സമർപ്പിക്കാനുള്ള തീരുമാനത്തിനു പിന്നിൽ. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒരു തരത്തിലും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ. ലൈഫ് മിഷനിൽ CBI അന്വേഷണം തുടരട്ടെ എന്ന കോടതി വിധി മാനിക്കുന്നു. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും. കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്നും സന്തോഷ് ഈപ്പൻ ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പീൽ പോകുന്നില്ല. അപ്പീൽ പോകുന്നില്ല എന്നുള്ളതും പിന്നെ ഞാൻ പിന്നെ ചോദിച്ചത് മറ്റേ കോടതിയുടെ പരാമർശം ഉണ്ടല്ലോ, സരിത്ത്, സ്വപ്ന, സന്തോഷ് ഈപ്പൻ എന്നിവർ IAS ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഇതിൽ അപ്പീൽ പോകുന്നില്ല, അന്വേഷണവുമായി സഹകരിക്കും. പിന്നെ മന്ത്രിമാരുടെ കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധപ്പെടലോ നേരിട്ടോ അല്ലാതെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉദ്യോഗസ്ഥരെ IAS ഉദ്യോഗസ്ഥരെ ശിവശങ്കറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കരാറ് വെച്ചതിന് ശേഷമാണ്. കരാർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം. വയനാട് കൊളവള്ളിയിൽ ജനവാസ കേന്ദ്രത്തിൽ ദിവസങ്ങളോളം ഭീതി വിതച്ച കടുവ കബനി നദി കടന്ന് കർണാടക വനത്തിലേക്ക് കടന്നു. ഇന്ന് ഉച്ചയോടെ കടുവയെ മയക്ക് വെടിവെച്ച് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പുഴ കടന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പോയത്. പ്രദേശത്ത് വനംവകുപ്പിന്റെ രാത്രികാല പട്രോളിംഗ് തുടരും. 2 ദിവസമായി കൊളവള്ളിയിലെ ജനവാസ മേഖലയിലെ ഭീതി വിതച്ച കടുവയെയാണ് വനപാലക സംഘം കാട്ടിലേക്ക് തുരത്തിയത്. ഞായറാഴ്ച വൈകിട്ട് ജനവാസ പ്രദേശത്ത് ഇറങ്ങിയ കടുവയെ പിടികൂടാനെത്തിയ വനംവകുപ്പ് സംഘത്തിലെ ചെതലം റേഞ്ച് ഓഫീസർ T ശശികുമാറിനെ കടുവ ആക്രമിച്ചിരുന്നു. തോളലിനടക്കം ഗുരുതര പരിക്കേറ്റ ശശികുമാർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. തെരച്ചിലിനിടെ ഉച്ചയോടെ കടുവയുടെ സാന്നിധ്യം കൃഷിയിടത്തിൽ സ്ഥിരീകരിക്കുകയും വിദഗ്ധ സംഘം മയക്കുവെടി വെക്കുകയുമായിരുന്നു. വെടികൊണ്ട കടുവ കൃഷിയിടത്തിലൂടെ ഓടി കബനിപ്പുഴയുടെ കൈവഴി കടന്ന് വൈകിട്ട് കർണാടക വനത്തിലേക്ക് ഓടിമറഞ്ഞു. ബന്ദിപ്പൂർ ടൈഗർ റിസർവറാണ് ഈ പ്രദേശം. കടുവയെ കാട്ടിലേക്ക് തുരത്തിയെങ്കിലും പ്രദേശത്തെ രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ വനം വകുപ്പ് തുടരും. 2 ദിവസമായി 150-ലധികം വനം പോലീസ് സേനാംഗങ്ങളാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയത്. പ്രദേശത്തെ ജനങ്ങളോട് പുറത്തിറങ്ങുന്നത് സംബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരാനാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം. എങ്കിലും തൽക്കാലം കടുവ ഭീതി ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പുൽപ്പള്ളി. PSCയെയും കോടതിയും നോക്കുകുത്തിയാക്കി സംസ്ഥാനത്ത് പാർട്ടി ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള അനധികൃത നിയമനം നടക്കുന്നുവെന്ന് പ്രതിപക്ഷം. നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് നിയമനമെന്നും PSC വഴി 1,00,000-ലധികം പേരെ നിയമിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. ഇടതു ബന്ധമുള്ളവരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ വിവാദ കത്ത് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഭരണം അവസാനിക്കുന്നതിന് മുൻപായി വ്യാപകമായ അനധികൃത നിയമനം നടക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. PSCയെയും കോടതി വിധികളെയും ലംഘിച്ച് പാർട്ടി ബന്ധുക്കളെ മാത്രം നിയമിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ പോലും സ്വകാര്യ ഏജൻസികളാണ് നിയമനം നടത്തുന്നത്. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 4 വർഷക്കാലം. വാസ്തവത്തിൽ 1,17,267 പേരെയാണ് പിൻവാതിലൂടെ നിയമിച്ചിട്ടുള്ളത്. ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചാണ് നിയമനമെന്ന് മുഖ്യമന്ത്രി. മാനുഷിക പരിഗണന നൽകിയാണ് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത്. PSC വഴി നടന്ന നിയമനങ്ങളും പുതിയ തസ്തിക സൃഷ്ടിച്ചതുമൊക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. 1,51,513 പേർക്ക് PSC വഴി നിയമനം അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുണ്ട്. ആരോഗ്യ സാമൂഹ്യനീതി മേഖലയിൽ നാളിതുവരെ 5,985 തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിയിട്ടുണ്ട്.
നീതിന്യായ വ്യവസ്ഥയുടെ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി പുതുതായി 1990 തസ്തികകളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം നടത്തിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4933 തസ്തികകൾ പുതുതായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനിടെ 4 വർഷം മാത്രം സർവീസ് ഉള്ളവരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ സർക്കാരിന് നൽകിയ കത്ത് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. കമലിന്റെ നിർദ്ദേശം സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. കേരളം റാങ്ക് ലിസ്റ്റുകളുടെ ശവപ്പറമ്പാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ഷാഫി പറമ്പിൽ ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. കിൻഫ്രയിൽ അനധികൃത നിയമനം നടന്നുവെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി വ്യവസായ മന്ത്രി പി ജയരാജൻ. മാനുഷിക പരിഗണന നൽകിയാണ് 10 വർഷത്തിലധികമായി തുടർച്ചയായി ജോലി ചെയ്തവരെ സ്ഥിരപ്പെടുത്തുന്നത്. അവരെ പിരിച്ചുവിടണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം സ്ഥിരമായി നടത്തുന്ന പ്രചാരവേല ഇന്നും സഭയിൽ ആവർത്തിച്ചു. തൊഴിൽരഹിതർ ഇല്ലാത്ത കേരളം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഒരു അഴിമതിയും കിൻഫ്രയിൽ നല്ല ഒരു അഴിമതിയും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണത്തിന് കീഴിലില്ല. 10 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവീസിലുള്ള ആളുകളെ സ്ഥിരപ്പെടുത്തുന്നു. അത് സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്നാണ് അവരുടെ ഡിമാൻഡ്. അവരെ സ്ഥിരപ്പെടുത്തി. അതൊരു മാനുഷിക പരിഗണനയാണ്. UDF നേതാക്കൾക്ക് സന്ദർശന അനുമതി നിഷേധിച്ച് NSS. തനിക്ക് ഒരു രാഷ്ട്രീയ നേതാക്കളെയും ഇപ്പോൾ കാണേണ്ടെന്ന് ജി സുകുമാരൻ നായർ. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കൾ ഇന്ന് NSS ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് UDF നേതാക്കൾ വിവിധ സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച ആരംഭിച്ചത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വിവിധ ക്രിസ്ത്യൻ സഭാ ആസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് NSS ആസ്ഥാനത്തെത്താൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തു നിന്നുള്ള യാത്രാമധ്യേ പെരുന്നയിലെത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സന്ദർശനാനുമതി നൽകിയില്ല എന്നാണ് വിവരം. തനിക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെയും കാണാൻ താൽപ്പര്യമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഉള്ളതെന്ന് ജി സുകുമാരൻ നായർ ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം കുഞ്ഞാലിക്കുട്ടി അനുമതി തേടിയിരുന്നു എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. കഴിഞ്ഞയാഴ്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും NSS ആസ്ഥാനത്തെത്തിയതായി വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഉമ്മൻചാണ്ടി തന്നെ ഇത് നിഷേധിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് UDF നേതാക്കളോട് NSS അകലം പാലിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് പകരം ഉമ്മൻചാണ്ടിയെ നേതൃസ്ഥാനത്ത് എത്തിക്കണമെന്ന ഘടകകക്ഷികളുടെ അഭിപ്രായം ഉയരുന്നതിനിടെയാണ് സുകുമാരൻ നായർ UDF നേതാക്കളോട് അകലം കാണിക്കുന്നത്. ജനുവരി 2 നടന്ന മന്നം ജയന്തി പരിപാടിയിൽ മാത്രമാണ് നേതാക്കൾക്ക് പ്രവേശനം അനുവദിച്ചത്. ഏറെ അടുപ്പത്തിലായിരുന്ന UDF നേതാക്കളോട് NSS കാണിക്കുന്ന അകലത്തിന്റെ അർത്ഥം എന്താണ്? രമേശ് ചെന്നിത്തലയ്ക്ക് പകരം ഉമ്മൻചാണ്ടിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ NSSന് അതൃപ്തിയുണ്ടോ? ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയില്ലെങ്കിലും കൂടുതൽ ചർച്ചയാകാമെന്ന് NCPയോട് മുഖ്യമന്ത്രി. പാലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രിയോട് TP പീതാംബരൻ ആവർത്തിച്ചു. നിർണായക ചർച്ചയും സമവായമാകാതെ പിരിഞ്ഞതോടെ NCPയിലെ പ്രതിസന്ധി രൂക്ഷമായി. പാലായെ ചൊല്ലി മുന്നണി വിടാൻ തയ്യാറെടുത്തു നിൽക്കുന്ന NCP അവസാനവട്ട അനുനയ ശ്രമത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. മന്ത്രി AK ശശീന്ദ്രനും TP പീതാംബരനൊപ്പം ഉണ്ടായിരുന്നു. പാലായടക്കം 4 സീറ്റിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കൂടിക്കാഴ്ചയിൽ TP പീതാംബരൻ വ്യക്തമാക്കി. അതെ, 4 സീറ്റ് പാർട്ടി മത്സരിച്ച സീറ്റെല്ലാം പാർട്ടി തന്നെ മത്സരിക്കണം, അത്രേ ഉള്ളൂ. ഇന്നത്തെ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ ചർച്ചയ്ക്ക് പോകുന്നത് തന്നെ. കേന്ദ്രം മാറി നിൽക്കുകയില്ല. പാർട്ടി തീരുമാനമെടുത്ത് AK ശശീന്ദ്രൻ കൂടെ ഉണ്ടാവും. പാല ഉൾപ്പെടെ ഒരു സീറ്റിന്റെ കാര്യത്തിലും ഉറപ്പു നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ കൂടുതൽ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വഴിയൊരുക്കുകയും ചെയ്തു. ഇതിലൂടെ NCPയുടെ മുന്നണി വിടാനുള്ള തീരുമാനം വൈകിപ്പിക്കുകയാണ് ലക്ഷ്യം. ചർച്ചയ്ക്ക് തയ്യാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഏതു തലത്തിലാണ് ചർച്ചയെന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഇടതുമുന്നണിയിൽ വീണ്ടും ഈ വിഷയം വരികയും ചർച്ച അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് NCP താൽപര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കേരളത്തിലെത്തിക്കാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഞങ്ങളുടെ തീരുമാനമുണ്ട്. ഞങ്ങൾക്ക് ദേശീയ നേതൃത്വമുണ്ട്. ശരത് പവാർ ഞങ്ങളുടെ നേതാവാണ്. ശരത് പവാർ ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സെറ്റിൽമെന്റ് അനുസരിച്ച് അഖിലേന്ത്യാ പാർട്ടിയാണ്. അതിന് തീരുമാനം എടുക്കേണ്ടത് ശരത് പവാറാണ്. ശരത് പവാറിന്റെ നിലപാടാകും ഇനി നിർണായകം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ നിർണായക നീക്കവുമായി NIA. കേസിലെ 10 സാക്ഷികളെ സംരക്ഷിത സാക്ഷികളാക്കി വിസ്തരിക്കാം. ഈ ആവശ്യം ഉന്നയിച്ച് സമർപ്പിച്ച ഹർജി NIA കോടതി അനുവദിച്ചു.
സ്വർണ്ണക്കടത്ത് കേസിൽ 10 പേരെയാണ് സംരക്ഷിത സാക്ഷികളാക്കി വിസ്തരിക്കുന്നത്. ഇവരുടെ വിശദാംശങ്ങൾ കേസിന്റെ ഉത്തരവുകളിലും വിധിന്യായങ്ങളിലും പ്രത്യക്ഷപ്പെടില്ല. 10 പേരുടെയും വ്യക്തിത്വം വെളിപ്പെടുത്താൻ കഴിയുന്ന രേഖകൾ പ്രതികൾക്കോ അവരുടെ അഭിഭാഷകർക്കോ നൽകില്ല. കോടതിക്ക് മുന്നിൽ സ്വതന്ത്രമായും വിശ്വസ്തയോടെയും ഹാജരാവാൻ സാക്ഷികൾക്ക് നിയമത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് നടപടി. ഉന്നത ബന്ധമുള്ളവരാണ് പ്രതികൾ. ഇവർ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമെന്ന് സംശയമുണ്ടെന്നും NIA വാദിച്ചു. വിചാരണ സമയത്ത് സംരക്ഷിത സാക്ഷികളുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കോടതി അറിയിച്ചു. നേരത്തെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സന്ദീപ് നായരെ മാപ്പുസാക്ഷിയാക്കിയത് NIAയുടെ അപ്രതീക്ഷിത നീക്കമായിരുന്നു. ന്യൂസ് 18 കൊച്ചി. നാളെ ഉച്ചയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരിയിലും വൈകിട്ട് തിരുവനന്തപുരത്തും വിമാനമാർഗം വാക്സിൻ എത്തിക്കും. കേരളത്തിന് ആദ്യഘട്ടത്തിൽ 4,35,500 ഡോസ് വാക്സിനാണ് നൽകുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വാക്സിനുമായുള്ള ആദ്യ വിമാനമെത്തും. കൊച്ചിയിലെത്തിക്കുന്ന 3 ലക്ഷം ഡോസ് വാക്സിന്റെ പകുതി കോഴിക്കോട് മേഖലാ വാക്സിൻ കേന്ദ്രത്തിലേക്ക് റോഡ് മാർഗം മാറ്റും. മാഹിക്ക് നൽകാനുള്ള 1,500 ഡോസ് വാക്സിനും കൊച്ചിയിലാണ് എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് വൈകിട്ട് 6 മണിയോടെ 1.35 ലക്ഷം ഡോസ് വാക്സിൻ വിമാനത്തിലെത്തിക്കും. സംസ്ഥാനത്ത് 3.59 ലക്ഷം ആരോഗ്യ പ്രവർത്തകരാണ് വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ 3 മേഖലാ വാക്സിൻ സ്റ്റോറേജ് കേന്ദ്രങ്ങളിലേക്കാണ് ആദ്യം വാക്സിൻ മാറ്റുക. ഇവിടങ്ങളിൽ നിന്ന് ഇൻസുലേറ്റഡ് വാനുകളിൽ വാക്സിൻ ജില്ലകളിലെത്തിക്കും. എല്ലാ ജില്ലകളിലും സംഭരണ കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്ന് സ്റ്റോറേജ് ബോക്സുകളിൽ ആശുപത്രികളിൽ എത്തിച്ചാണ് വാക്സിൻ നൽകുക. സംസ്ഥാനത്തെ 133 കേന്ദ്രങ്ങളിലാണ് വാക്സിനേഷൻ സൗകര്യമുള്ളത്. എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ടാകും. കൂടാതെ എറണാകുളം ജില്ലാ ആശുപത്രി, പാറശാല താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ലോഞ്ചിംഗ് ദിനത്തിൽ 2-വേ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഏർപ്പെടുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് നിന്ന് 5,507 പേർക്ക് കോവിഡ്, 4,952 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4,270 പേർക്ക് രോഗം ഭേദമായി. 64,556 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 25 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3,347 ആയി. 8.52 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം തുടരുന്നു. 56 ലക്ഷം ഡോസ് കോവിഷീൽഡിന്റെ വിതരണമാണ് നടക്കുന്നത്. വ്യോമമാർഗമാണ് പ്രധാന കേന്ദ്രങ്ങളിൽ വാക്സിൻ എത്തിക്കുന്നത്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നിവയുടെ സുരക്ഷയെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആയിരക്കണക്കിന് ആളുകളിൽ പരീക്ഷിച്ച ശേഷമാണ് ഇരു വാക്സിനുകളും ഉപയോഗത്തിനെത്തുന്നത്. മറ്റ് രാജ്യങ്ങളിലും ഒന്നിലധികം വാക്സിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഡോസിന് 200 രൂപ നിരക്കിൽ 110 ലക്ഷം കോവിഷീൽഡ് വാക്സിൻ ഡോസാണെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സംഭരിക്കുക. 295 രൂപ നിരക്കിൽ 38.5 ലക്ഷം കോവാക്സിൻ ഡോസുകളും സംഭരിക്കുമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞു. രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കോങ്ങാട് MLA KV വിജയദാസിന്റെ നില അതീവ ഗുരുതരം. തലയ്ക്കുള്ളിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു. വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഘോഷയാത്ര തുടങ്ങിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഭക്തരുടെ തിരക്ക് നിയന്ത്രിച്ചായിരുന്നു ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. കടക്കാവൂർ പോക്സോ കേസിൽ കുട്ടിയെ മെഡിക്കൽ ബോർഡിന് മുമ്പാകെ ഹാജരാക്കി പ്രാഥമിക വൈദ്യ പരിശോധന നടത്തി. ഇത് 2ാം തവണയാണ് കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ അടങ്ങിയ ബോർഡ് പ്രാഥമിക വൈദ്യ പരിശോധന നടത്തി. കുട്ടിയെ വിശദമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ബോർഡ് പോലീസിനെ അറിയിച്ചു. കേസിൽ പ്രതിയായ അമ്മയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് ലാബിലേക്ക് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസ് ഫയൽ അടക്കമുള്ള രേഖകൾ കടക്കാവൂർ SI IG ഹർഷിത അട്ടല്ലൂരിക്ക് കൈമാറി. പോക്സോ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പ്രതിയായ യുവതി ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. ഇന്ത്യൻ സമ്പദ്ഘടന നിർണായക സമയങ്ങളിലൂടെ കടന്നുപോകുകയാണ്. ആത്മനിർഭർ ഭാരതത്തിനുള്ള ആഹ്വാനമുണ്ടാകുന്നത്. ITC നെറ്റ്വർക്ക് 18 സംരംഭമായ സ്വാഭിമാൻ ഭാരതിലൂടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ സഹായത്തോടെ കൈവരിച്ച നേട്ടങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഹിവാരെ ബസാർ എന്ന വരൾച്ച ബാധിത പ്രദേശത്തെ ഒരു മനുഷ്യൻ ഇച്ഛാശക്തി കൊണ്ട് ഫലഭൂയിഷ്ടവും സമ്പന്നവുമാക്കിയത് എങ്ങനെയെന്ന് കാണാം.
Hiware Bazar is a village in Maharashtra that was ravaged by droughts in the 1970s and 80s. But today, out of the 235 families, more than 60 are millionaires. And it all began with one man who chose to fight the village Sarpanch elections back in 1990. Popat Rao transformed Hiware Bazar's agriculture through water conservation and the choice of the right crops. पहले तो 95% पॉवर्टी लाइन के नीचे थे, आज दारिद्र्य रेखा खत्म हो गई हमारा। लैंडलेस का प्लानिंग हमने किया, मार्जिनल फार्मर जो छोटे किसान है उनका प्लानिंग किया, जाति पाति के बाहर उठ के हम सब लोगों को एक साथ बिठा के हमने कृषि का प्लानिंग किया। Today, Hiware Bazar in Maharashtra's Ahmednagar district is called as the richest village in India. ग्राम सभा में लोगों को साथ लेके वनग्राम, मृत संधारण, जल संधारण, पशु संवर्धन सभी को साथ लेके जो गांव बन गया तो जीडीपी बढ़ गया और इसके कारण गरीबी कम हो गई और रिवर्स माइग्रेशन शुरू हुआ। जो लोग शहर गए थे वो वापस गांव में आ गए। Popat Rao's Hiware Bazar is a shining example of creating wealth the Swabhiman way. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.